പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകള് മാത്രമല്ല, മൃഗങ്ങള് മാത്രമല്ല, മരങ്ങള് വരെ അവിടുത്തെ ശഫാഅത്തും അനുഗ്രഹവും ആഗ്രഹിച്ചതല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ചാരി നിന്ന് ഖുതുബ നിർവഹിച്ചിരുന്നൊരു ഈത്തപ്പന മട്ടിലുണ്ടായിരുന്നില്ലേ? ഉണങ്ങിയ ഈത്തപ്പന തടി, അതിലേക്ക് ചാരി നിന്നിട്ടാണ് അവിടുന്ന് ഖുതുബ നിർവഹിച്ചിരുന്നത്. 3 സ്റ്റെപ്പും മുസ്തറാഹുമുള്ള പുതിയ മിമ്പർ കൊണ്ടുവന്നപ്പോ പഴയ മരത്തടി അതാ മദീന പള്ളിയുടെ ചെരുവിലേക്ക് നീക്കി വെച്ചപ്പോ ചെറിയ കുട്ടി തേങ്ങിക്കരയും പോലെ, ചെറിയ കുട്ടി തേങ്ങിക്കരയും പോലെ ആ മരത്തടി കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് അതിന്റെ കരച്ചിൽ കേട്ടിട്ടുണ്ട്. തങ്ങൾ പുതിയ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഒന്നിങ്ങനെ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ബക്കത്ത് അലാ മാ കാനത് തസ്മഉ മിനദ് ദിക്ർ, നേരത്തെ കുറെ ദിക്ർ കേട്ടിരുന്നതല്ലേ, ഇപ്പതിന്റെ ചാൻസ് പോയല്ലോ എന്ന നിലക്ക് കരയുകയാണ്. ആ മരത്തടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇനിയും നിനക്ക് ഇവിടെ എന്റെ ഇരിപ്പിടമാകണോ, അതല്ല നാളെ സ്വർഗത്തിൽ വിശ്വാസികൾ തണലുകൊള്ളുന്ന ഒരു വടാ വൃക്ഷമാകണോ? മരത്തടി പറഞ്ഞു, ഇവിടെ ഞാൻ ആസ്വദിച്ചല്ല നബിയേ, ഇനി നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വന്ന് വിശ്രമിക്കാനും കായ്ക്കനികൾ പറിക്കാനും എനിക്കൊരവസരം കിട്ടിയാൽ അതെനിക്ക് വലിയൊരു ഖൈറല്ലേ. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജന്നത്തുൽ ബഖീൽ ഒരു കുഴി കുഴിക്കണം, എന്നിട്ട് ഈ മരത്തടിയെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി മറവു ചെയ്യണം. ഇതിലേക്ക് സൂചിപ്പിച്ചല്ലേ നാം പാടാറുള്ളത്, വാ അതാക്കൽ ുയബ്കി വാതദല്ലൽ ബൈന യദൈക. മരത്തടി കരഞ്ഞുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് വന്ന് കാര്യം പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ ഇമാമിങ്ങൾ വേറെ തന്നെ കിതാബുകൾ എഴുതിയത് കാണാം. അതിന് ശഫാഅത്ത് ചോദിച്ച ഓരോ മൃഗങ്ങളെയും ഓരോ മരത്തടികളെയും കല്ലുകളെ വരെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാലാകമാരെ വരെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് അവിടുത്തെ ശഫാഅത്ത്